ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് 250 ഗ്രാം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ്. ചെറുതും വലുതുമായിട്ട് 15 ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. 12 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിൽ വാളൻപുളി എടുത്തിട്ടുണ്ട്. നല്ല കറുത്ത പഴയ പുളി വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പുളി ഒന്ന് കഴുകി വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാം. ഒരു ഉരുളി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം 5 അല്ലെങ്കിൽ 8 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി കളറെല്ലാം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം കോരി മാറ്റുക. ഇതേ എണ്ണയിലോട്ട് തന്നെ 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ എണ്ണയിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചെറിയുള്ളിയും പച്ചമുളകും ഇതെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. 250 ml കപ്പിൽ 2 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ചേർത്ത പച്ചമുളകും ചെറിയുള്ളിയും എല്ലാം നന്നായിട്ട് വെന്ത് അലിഞ്ഞ് വരണം. പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടെന്നേ അറിയാൻ പാടില്ല കേട്ടോ. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് പച്ചമുളകും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് അലിയുന്നത് വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് 2-3 കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. ഒരു ദിവസം മാത്രമേ വെക്കുന്നെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തോളൂ. ഇഞ്ചിപ്പുളി തയ്യാറായിട്ടുണ്ട്. ഇനി അതെല്ലാം കുറച്ച് ദിവസം എടുത്ത് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ദിവസം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ, താങ്ക് യു.